നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കുറവുള്ളതിനാൽ മനസ്സിലുദ്ദേശിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഒരു പക്ഷേ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 2025 മെയ് മുതൽ ഒരു വർഷം വരെയൊക്കെ വളരെ നല്ല നേട്ടമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു മാന്ദ്യമുള്ള അവസ്ഥാവിശേഷങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു വർഷത്തേക്ക് ഇനിയും വളരെ നിയന്ത്രണം നിർബന്ധമായിട്ടും എന്ന നിർദ്ദേശം സ്വീകരിക്കാനും അതിനുവേണ്ടി ക്രമീകരിക്കുവാനും ഇടയുണ്ട്. പലർക്കും വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് വിഭാഗങ്ങളിൽ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നത് സ്വല്പം അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. ആശ്വാസവചനങ്ങൾ നല്ലതൊക്കെ ആണെങ്കിൽ പോലും പ്രാവർത്തികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാ കാര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. അച്ഛൻ്റെ അസുഖം കണക്കിലെടുത്ത് ഒരുപക്ഷെ അന്യദേശത്തോ ദൂരദേശത്തോ വിദേശത്തോ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതായത് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ചിലർക്ക് സഹപ്രവർത്തകരോടൊപ്പം മറ്റു ചിലർക്ക് സഹപാഠികളോടൊപ്പം അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും അമിത ആവേശവും അമിത ആഹ്ലാദവും അമിത വേഗതയുള്ള വാഹനോപയോഗവും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കുടുംബത്തിലെ ചില സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ബന്ധുഗൃഹത്തിലോ അന്യനാട്ടിലോ ഓണാഘോഷം വളരെ മംഗളകരമാക്കി തീർക്കുവാനും ഒരു പക്ഷേ അതിന് മനസ്സിലുദ്ദേശിക്കുന്ന കുറച്ച് പണം ദാനധർമ്മങ്ങൾക്ക് അതിനോടനുബന്ധമായിട്ട് ചെലവഴിക്കാനും തീരുമാനിക്കും. കലാ സാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഒരു നേതൃത്വം നൽകുവാൻ, അതായത് ഓണാഘോഷത്തിനോടനുബന്ധമായിട്ടുള്ള കലാകായിക മേഖലകൾക്ക് നേതൃത്വത്തിനും വിധി നിർണയത്തിനുമുള്ള അവസരമുണ്ടാകുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം മനസ്സിൽ തയ്യാറാകുവാനും അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങളിലും ക്രമീകരിക്കുവാനും ഇടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. പൊതുപ്രവർത്തനങ്ങൾ ഒഴിവാക്കി, കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും ഒഴിവാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഹ്രസ്വകാല വിളവെടുപ്പ് അനുകൂലമാവുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ വെറുതെ കിടക്കുന്ന ഭൂമി പാട്ടത്തിനടുത്തും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോടുകൂടിയും ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സാമ്പത്തികമായുള്ള സഹായവും ഇതിലുപരി കർഷകൻ്റെ പൂർണ്ണ സംരക്ഷണവും ഉണ്ടാകുന്ന വിധത്തിൽ പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. സാഹസ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി ഈ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. പ്രകൃതിദത്തമായുള്ള ഔഷധ രീതികളെ കൊണ്ട് ഒരുപക്ഷെ മാനസികമായുള്ള പ്രയാസങ്ങളെല്ലാം തന്നെ അതിജീവിക്കാൻ ഉപകരിക്കും. ഒരുപക്ഷെ പ്രാണായാമം, യോഗയൊക്കെ ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട്
സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പുതിയ കരാറ് ജോലികൾ പലതും വന്ന് ചേരുവാനിടവരുമെങ്കിൽ പോലും സാമ്പത്തിക നേട്ടം കുറവുള്ളതിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. ഉന്നത പദവിയിലുള്ള പല ഉദ്യോഗസ്ഥർക്കും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ മറ്റ് ജോലികൾക്കൊക്കെ അപേക്ഷിക്കും. വേറെ ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന പല ധാരണയുണ്ടാകുമെങ്കിൽ പോലും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് വിലയിരുത്തി മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യാപാര മേഖല പണം മുതൽ മുടക്കിയാലും നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ജോലി രാജിവയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ സ്വല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടമുണ്ടാകും എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുമെങ്കിൽ പോലും അത്ര തന്നെ നേട്ടമില്ലാത്തതിനാൽ സ്വല്പം മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരു പരിധിവരെ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി ഉയർച്ചയോ നേട്ടമോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ജോലിയിൽ ഇരുന്നും കൊണ്ട് ഉപരിപഠനത്തിന് ചേരും, അഥവാ ജോലി ഉപേക്ഷിച്ച് ഒരു വർഷത്തെ ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും വളരെ നല്ലതുമാണ്. സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും ഒരുപക്ഷെ ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും ഇടയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറേണ്ടതാണ്. സ്വന്തം നടത്തി വരുന്ന പല കാര്യങ്ങളും സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും അതൊരു മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസത്തിനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കോ മറ്റു രാഷ്ട്രങ്ങളിലേക്കോ തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഇതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും ചുമതലകൾ വർദ്ധിക്കുന്ന ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവൃത്തി പരിചയമൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രാവർത്തികമാകുമോ എന്ന ഒരു ഉൾഭയത്താൽ ഏത് പ്രകാരത്തിലും ഉടമസ്ഥരുടെ നിർബന്ധത്താൽ അത് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടിവരും. മറ്റു ചിലർക്ക് ആഴ്ചയിലൊരിക്കൽ ഗ്രഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം യാത്രകൾ ധാരാളം വേണ്ടി വരുന്ന ജോലി ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തേക്കായിരിക്കും മാറ്റം ഉണ്ടാകുവാൻ ഇടയുള്ളത്. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 4-5 മാസമായിട്ട് പല വിധത്തിലും തടസ്സങ്ങൾ വന്നു ചേരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള സ്ഥാപനം ലഭിച്ച വിലയ്ക്ക് വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുവാനോ തയ്യാറാകുന്നത് ഇങ്ങനൊരു കാര്യങ്ങൾ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നിട്ട് മുമ്പുണ്ടായിരുന്ന ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വികസിത രാഷ്ട്രത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ചിലർ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകും. വേറെ ചിലർ മുമ്പുണ്ടായിരുന്ന മേലധികാരികളെ സമീപിച്ചും കൊണ്ട് ആശയവിനിമയം നടത്തി തസ്തിക സ്വല്പം കുറയും, സാമ്പത്തികമായുള്ള നേട്ടം കുറയും, കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. അധപ്പതിച്ച് കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കാൻ
അവസരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പണം മുതൽ മുടക്കുന്നതിന് അനുസൃതമായിട്ടുള്ള നേട്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും വിപരീതമായി തീരുന്നത് വഴി മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകും. അസുഖങ്ങൾ പലതും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഒരു വർഷത്തേക്ക് ദൂരദേശവാസമോ അല്ലെങ്കിൽ യാത്രകൾ ധാരാളം വേണ്ടി വരുന്ന വിഭാഗത്തിൽ നിന്നും പിന്മാറി ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ശമ്പളമൊക്കെ കുറഞ്ഞു എന്ന് വരാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അനുദിനം ചെലവിനങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കും. മറ്റു ചിലർ സകുടുംബം ജന്മനാട്ടിലെത്തിച്ചേരുവാനോ മറ്റ് വികസിത രാഷ്ട്രത്തിലെ ഒറ്റയ്ക്ക് ജോലിക്ക് അപേക്ഷിക്കുവാനോ സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാ, കായികം, ശാസ്ത്രമേഖകൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള വിമ്മിഷ്ടങ്ങളും സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിലും എല്ലാം വളരെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. പലപ്പോഴും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എന്നത് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുകയുമുള്ളൂ. ഗൃഹാതുരത്വം കാരണത്താൽ ദൂരദേശത്തുള്ള പാഠ്യപദ്ധതി ഒഴിവാക്കി ഗൃഹത്തിൻ്റെ അടുത്തുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തീരുമാനിക്കും. ബന്ധുമിത്രാദികളുടെ സഹായ അഭ്യർത്ഥന നിരസിക്കാനിടവരും. കാര്യകാരണങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും അവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കും വിധത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാൻ ഇടവരുമെങ്കിൽ പോലും ഇനി മുതൽ നിലവിലുള്ള ആ പ്രസ്ഥാനത്തിന് ഇതേപോലെ തുടർന്നാൽ നേട്ടം വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക പ്രചരണ രീതികളൊക്കെ തുടക്കം കുറിക്കാനിടവരും. മേലധികാരി ചെയ്തു വച്ചതായുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് നന്നായിരിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പ്രവർത്തനക്ഷമത കൈവരുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽ 1-2 ദിവസം കൂടുതൽ അവധിയെടുക്കുവാനും കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനും തീരുമാനിക്കുവാനിടയുണ്ട്. ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും അതിനോടൊപ്പം ദാനധർമ്മങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമാധാനപരമായിട്ട് അനുവർത്തിക്കാനും ഇടയുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കലാകായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും പൊതുജനങ്ങളുടെ താൽപ്പര്യം മനസ്സിലാക്കിക്കൊണ്ടും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. നിഷേധാത്മകമായുള്ള നിലപാട് ബന്ധുമിത്രാദികളിൽ നിന്ന് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരുമായുള്ള ലോക്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള ഉൾപ്രേരണ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കേണ്ടതാണ്. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛനമ്മമാരെ താല്പര്യം കണക്കിലെടുത്തും കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനിടവരും. അന്തിമമായിട്ട് മനസ്സിലുദ്ദേശിക്കുന്ന വിഭാഗം തന്നെ ലഭിക്കുവാനും ഇടയുണ്ട്. മുൻകോപം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടത്തുന്നുണ്ട് എങ്കിൽ പോലും സാമ്പത്തികമായുള്ള നേട്ടം കുറയും.
ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായുള്ള വിഭാഗത്തിലും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സ്വകാര്യ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാരണത്താൽ ബന്ധുമിത്രാദികളായിരിക്കാം എന്നിരുന്നാൽ പോലും ഇനി മുതൽ ദൂരദേശത്ത് താമസിക്കാൻ തക്കവണ്ണമുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന വർഷങ്ങളായിട്ട് താമസിച്ച് ജോലി ചെയ്യുന്ന പലർക്കും ചിലർക്ക് മടുപ്പ് അനുഭവപ്പെടും. മറ്റു ചിലർക്ക് ഇനി മുതൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. എന്നാൽ ജന്മനാട്ടിൽ വന്ന് വ്യാപാരം തുടങ്ങിയാലോ എന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം ഉപരിപഠനത്തിൽ ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം പോലും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ വഴിയൊരുക്കുവാനും ഇടയുണ്ട്. നമസ്കാരം.